ഇത് കണ്ടപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും നമ്മൾ എവിടെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ സംശയിച്ചതുപോലെ തന്നെ നമ്മൾ കോഴിക്കോടുള്ള റഹ്മത്ത് ഹോട്ടലിൻ്റെ മുമ്പിലാണുള്ളത് കേട്ടോ. എനിക്ക് തോന്നുന്നു കോഴിക്കോട് മാത്രമല്ല കേരളത്തിൽ തന്നെ നല്ല ബെസ്റ്റ് ബിരിയാണി കിട്ടുന്ന ഒരു ഹോട്ടലാണ് കോഴിക്കോടുള്ള റഹ്മത്ത് ഹോട്ടൽ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലത്തും കൂടെയാണ് കേട്ടോ റഹ്മത്ത് ഹോട്ടൽ. അതായത് നമ്മുടെ SM സ്ട്രീറ്റിൻ്റെയും അതുപോലെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെയും അടുത്തായിട്ടാണ് റഹ്മത്ത് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ മാത്രമേ അതിന് 3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫാമിലി സ്പെഷ്യൽ സെക്ഷൻ, അതുപോലെ AC, നോൺ AC എന്ന് പറഞ്ഞിട്ട് 3 സെക്ഷനായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കയറി ചെന്ന സമയത്ത് ഓൾമോസ്റ്റ് സീറ്റെല്ലാം ബ്ലാങ്ക് ആയിട്ടൊക്കെ കിടക്കുന്നുണ്ടായിരുന്നേ. ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷേ നമ്മൾ കുറേ ടൈമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ 5 മിനിറ്റ് മുമ്പ് തികച്ചും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അപ്പോഴേക്കും നമുക്കൊരു ഫുൾ ബിരിയാണി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പൊതുവേ പുറത്ത് പോയി കഴിഞ്ഞാൽ ബിരിയാണി ഒന്നും ഓർഡർ ചെയ്യാറില്ല. കാരണം അതിൽ പ്രധാനപ്പെട്ടൊരു കാരണമെന്ന് പറയുന്നത് അതിൽ വരുന്ന പീസാണ്. നമുക്കറിയാമല്ലോ ബിരിയാണി നമുക്ക് വലിയ പീസൊക്കെ ഉണ്ടാവാറ്. അതുകൊണ്ട് ഞാൻ ബിരിയാണി പൊതുവെ ഓർഡർ ചെയ്യാറില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഹോട്ടലിലെ ബെസ്റ്റ് ബിരിയാണി എന്നൊക്കെ അറിഞ്ഞപ്പോഴാണ് ബിരിയാണി തന്നെ ഓർഡർ ചെയ്തത്. പക്ഷേ എല്ലാ ആൾക്കാരും പറഞ്ഞപ്പോൾ നല്ല അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇതുപോലെ കോഴിക്കോടൊക്കെ പോകുന്ന ആളുകളുണ്ട് വെച്ചെങ്കിൽ ഒന്ന് റഹ്മത്ത് ഹോട്ടലിൽ പോയിട്ട് ബിരിയാണിയൊക്കെ ഒന്ന് കഴിച്ച് നോക്കുക. 185 ആണ് കേട്ടോ ഒരു ഫുൾ ബിരിയാണിയുടെ റേറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു നല്ല വിശന്നിട്ടൊക്കെ പോവുകയാണെന്ന് വെച്ചെങ്കിൽ മേ ബി കഴിക്കുമായിരിക്കും. അല്ല വെച്ചെങ്കിൽ ഹാഫ് ബിരിയാണിയൊക്കെ മതിയായിരിക്കും. പിന്നെ നമ്മൾ ആ ബിരിയാണി പകുതി ആയപ്പോഴേക്കും തന്നെ അവിടുത്തെ സ്പേസ് എല്ലാം ഫില്ലായി. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.